എൻ്റെ പേര് സിജു. ഞാനൊരു 6-7 വർഷത്തോളമായി ഈ ഷോപ്പ് നടത്തുന്നു. നമ്മൾ ഈ ഷോപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 30-35 വർഷത്തോളമായി. ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. മദറാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. കോവിഡിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് വരുന്നത്. അതിന് മുമ്പ് അമ്മ ചെയ്തിട്ട് ഷോപ്പാണ്. ഇതാണ് ഓരോ നമ്മുടെ പ്രോഡക്ട്സുകൾ. പ്രോഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ടെറാക്കോട്ട ഐറ്റംസ് ആണ്. ഇതൊക്കെ നമുക്ക് പുറം സൈഡിൽ നിന്ന് വരുന്നതാണ്. ഗുജറാത്ത് വരുന്ന സാധനങ്ങളാണ് കൂടുതൽ ഐറ്റംസ്. ഇത് നമ്മുടെ സാധാ ചെടിച്ചട്ടികൾ, നമ്മുടെ ഫ്ലവർ വേസറാണ്. ചെടികൾ വെക്കുന്നുള്ള ചെടികൾ, അത് ഓരോ സൈസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ജഗ്ഗാണ്, വെള്ളം കുടിക്കാനുള്ള ജഗ്ഗാണ്. ഇതിനകത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആയിട്ട് കിട്ടും. ഏകദേശം ഒരു ദിവസമൊക്കെ വെള്ളം ഇരിക്കുകയാണെങ്കിൽ അതനുസരിച്ച് കൂളിംഗിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നല്ല കൂളിംഗ് ആയിരിക്കും, അത്യാവശ്യം നല്ല തണുപ്പായിരിക്കും. ഇത് നമ്മളുടെ വീടിന്റെ ഒക്കെ മുകളിൽ വെക്കുന്ന ഒരു മകുടമാണ്. പഴയ കാലത്ത് വീടുകളുടെ മുകളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതുപോലത്തെ മകുടങ്ങൾ വെക്കും. അത് ഓരോ ഷേപ്പുകളാണ് അതൊക്കെ, അതുപോലെ സൈസുകൾ. ഇതാണ് ഏറ്റവും വലുതായിട്ട് സൈസുകൾ വരും. ഇത് സ്റ്റാച്ചുകളാണ്. ഇതൊരു ഗണേശന്റെ വിഗ്രഹമാണ്. കളിമണ്ണിൽ മാത്രം തീർത്താണ്. നമുക്കിപ്പോ പുറത്തൊക്കെ മഴയത്തൊക്കെ ഒന്നും വെച്ചാലും ഇതിന് വിഷയങ്ങളൊന്നും വരില്ല. മഴ ഉണ്ടായാലും ഇത് കേടായി പോകത്തില്ല. ഇത് ഓൾറെഡി നമ്മൾ കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ട് ചൂളയിൽ വേവിച്ചെടുക്കുന്നതാണ്. ചൂളയിൽ വേവിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് വെച്ചാൽ നമുക്കൊരു അത്ര എഫക്ട് ചെയ്തില്ല. അങ്ങനെ കൂടുതലായിട്ടും ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം അങ്ങനത്തെ ഐറ്റംസിലാണ്. ഇത് ഫ്ലവർ വേസുകളാണ്. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ സെറാമിക് ഐറ്റംസുകളാണ്. സെറാമിക് നമ്മള് പഴയ കാലത്തൊക്കെ അച്ചാറുകള് ഇതൊക്കെ നമ്മൾ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഗുജറാത്തിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മള് വീടുകളിലും നമ്മൾ പുറത്ത് ലോണൊക്കെ സെറ്റ് ചെയ്ത് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ്. ഒരു ലേഡി കുടമായിട്ട്. പിന്നെ ഈ ഇരിക്കുന്ന ഐറ്റംസ് എന്ന് വെച്ചാൽ തുളസിത്തറകളാണ്. നമ്മൾ വീടിന്റെ ഒക്കെ ഫ്രണ്ടിലെ തുളസി മാടം വെക്കില്ല, തുളസി വെക്കുന്നതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുന്ന സാധനങ്ങളായിരിക്കുന്നത്. ഇതൊക്കെ അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഇതൊക്കെ വെള്ളം വെക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ പഴയ കാലത്ത് ഇടികല്ലാണ് ഈ സാധനം. പഴയ കാലത്ത് നമ്മൾ ചെറിയ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ആ മുറുക്കാൻ ഉപയോഗിക്കുന്ന ആളുകളുടെ ആ മുറുക്കാനൊക്കെ വെച്ച് ഇടിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു കല്ലാണ്. അതിന്റെ തന്നെ അതേ മോഡൽ തന്നെ അതിന്റെ വലിയ കല്ലാണിത്. ഇത് നമ്മള് മസാലക്കൂട്ടിലൊക്കെ ഇടിച്ച് യൂസ് ചെയ്യില്ലേ, മസാലക്കൂട്ടിലൊക്കെ ഇടിച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന കല്ലുകളാണ് ഇതൊക്കെ. ഇത് അതിന്റെ തന്നെ അമ്മിക്കല്ല്, പഴയ കാലത്തുള്ള അമ്മിക്കല്ലില്ല, നമ്മള് അമ്മിയിൽ അരച്ച് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഇത് അതിന്റെ ഒരു ആട്ടുകളിന്റെ ഒരു മോഡലാണിത്. ആട്ടുകൽ എന്ന് പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മൾ പഴയ ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ അരച്ച് ആട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. വളരെ സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മൾ മരുന്ന് കുറച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, മരുന്ന് വെക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സാധനമാണ്. മരുന്നുകള്, കൊച്ചുകുട്ടികളുടെ മരുന്നുകൾ, വയമ്പ സാധനങ്ങൾ കുരയ്ക്കുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ നമുക്കിത് മാർക്കറ്റിൽ കിട്ടുന്ന സാധനമല്ല, പെട്ടെന്നൊന്നും കിട്ടത്തില്ല. ഇതൊക്കെ ഒത്തിരി നമ്മള് നടന്നതിന് ശേഷം കിട്ടിയ ഐറ്റംസുകളാണ്. കുറെ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ചന്ദനം, രക്തചന്ദനം വരയ്ക്കും. ഈ രക്തചന്ദനൊക്കെ മുഖത്ത് ചെറിയ പാടുകളൊക്കെ വരുമ്പോൾ അത് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ആയുർവേദ ഹോസ്പിറ്റലിനൊക്കെ പറയും രക്തചന്ദനം ഉരച്ച് നമ്മുടെ മുഖത്തിടാൻ. അങ്ങനെ രക്തചന്ദനമൊക്കെ ഉരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു ഗ്രിപ്പ് ഉണ്ട്. ഈ ഗ്രിപ്പിനകത്ത് ഉരയ്ക്കുന്നതാണ് കളക്കാർ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് റൗണ്ട് ഗ്രിപ്പ് ഇട്ടിരിക്കുന്നത്. ഐറ്റംസ് ആണ്, അതായത് ടോയ്സ് ആണ് കുട്ടികളുടേതൊക്കെ. നമ്മൾ കുട്ടികള് ഈ ഇതൊക്കെ വെച്ച് കളിക്കൂലേ, കഞ്ഞി കറികളൊക്കെ വെച്ച് കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് ചീനച്ചട്ടി, ചെറിയ ചീനച്ചട്ടി, അതിന്റെ പ്ലേറ്റ്, മോടി, അങ്ങനെയുള്ള ഐറ്റംസിലാണ്. ഇതൊരു കലം, ഇതൊരു കുടം, അതിന്റെ ചെരുവം, ഇതാന്റെ ചീനച്ചട്ടി, ഇതതിന്റെ അടുപ്പ് സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു സെറ്റാണ്. പിന്നെ ഇത് പഴയ നമ്മൾ കോയിൻ ബോക്സിലാണ് ഇതെല്ലാം കോയിൻ ബോക്സിലാണ്. കോയിൻ ബോക്സ്, ഇപ്പൊ പൈസകളൊക്കെ ഇട്ട് വയ്ക്കില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ പൂച്ചനൊക്കെ വെള്ളം കൊടുക്കാനും ഫുഡ് കൊടുക്കാനും മറ്റേ വീട്ടില് വളർത്തുമൃഗങ്ങൾക്ക് അങ്ങനെയൊക്കെ വീട്ടിലെ മറ്റേ ചെറിയൊരു പൂച്ച, പത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പൂച്ചകൾക്ക്, പേർഷ്യൻ പൂച്ചകൾക്ക് എപ്പോഴും വെള്ളത്തിന് തണുപ്പ് കിട്ടണം. അതുകൊണ്ട് ഇതിനകത്ത് വെള്ളത്തിനൊക്കെ നല്ല തണുപ്പ് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് യൂസ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ ഇത് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മളുടെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ കുന്തിരിക്കൊക്കെ പോയിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതിനകത്ത് ഈ അഷ്ടഗന്ധം, കുന്തിരിക്കൊക്കെ ഇട്ടിട്ട് നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പുകച്ചു, എന്നിട്ട് പുകച്ചിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ പുക എല്ലാം നല്ല
കാരണം നല്ല സ്മെല്ലായിരിക്കും. അതിന്റെ തന്നെ കുറെ ഐറ്റംസ് കാണാം. ഇത് ഇത് നമ്മള് കിളിക്കൂടാണ്. കിളികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ലവ് ബേർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് വെക്കില്ലേ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കുടങ്ങളാണ് ഇത്. ഇത് നമ്മള് വീടിന്റെ ഫ്രണ്ടിലൊക്കെ പഴയ കാലത്ത് വെള്ളം വയ്ക്കും, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇത് വെള്ളം നിറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത്. അതുപോലെ സാമ്പ്രാണി പോലെയുള്ള ചെറിയ ഐറ്റംസ് കിട്ടും, അത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. സാമ്പ്രാണി പോലെയുള്ള ഈ ചെറിയ ഒരു കത്തിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് കടച്ചു വെച്ചാൽ അത് പുക ഇങ്ങനെ ഉണ്ടാവും, നല്ല സ്മെല്ലും ആയിരിക്കും. ഇത് ചിരാത് പോലെയുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇത് ചിരാത് നമ്മള് കാർത്തികളൊക്കെ കത്തിക്കില്ലേ, അതിനുള്ള ഐറ്റംസ് ആണ്. അതിന്റെ പല മോഡലാണ്, പല വലുപ്പത്തിലുള്ളതാണ്. ഇതൊരു തുളസി തിറയുടെ മോഡലിൽ പണിതെടുത്തിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഐറ്റംസുകളാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ ഈ പുകച്ചട്ടിയിൽ നിന്ന് വേറെ വ്യത്യസ്ത മോഡൽ സാധനമാണ്, കുറച്ചുകൂടെ വലുത്. നമുക്ക് ചിരട്ടയൊക്കെ നേരെ ഡയറക്റ്റ് ഇതിനകത്ത് ഇട്ട് വയ്ക്കാം, എന്നിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ആ ചിരട്ട വഴിക്ക് കത്തിക്കോളും. അപ്പൊ എപ്പോഴും എടുത്ത് മാറ്റണ്ട. അതുകൊണ്ടാണ് വലുപ്പമുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മള് ശരിക്കും ഈ ചൈനീസ് ബില്ല് എന്ന് പറയും. ഈ ചൈനയിലൊക്കെ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. സെറാമിക് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ, സെറാമിക് ഐറ്റംസ് ആണ്. ഇത് നമ്മുടെ നോർത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ അങ്ങനെയുള്ള ഐറ്റംസുകളാണ് ഇതൊക്കെ. ഈ ഒരിക്കലും നമ്മുടെ വീടിന്റെ ഒക്കെ ജനലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. വീട് ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ പുതിയ രീതിയിലുള്ള ജനലകളൊക്കെ സെറ്റ് ചെയ്യില്ലേ, ശരിക്കും ജാളി എന്ന് പറയും ഈ ജാളി, ഈ സാധനങ്ങളൊക്കെ. പിന്നെ ഭരണി ഐറ്റംസുകൾ, ഭരണി ഐറ്റംസുകളാണ്. പിന്നെ ചട്ടി ഐറ്റംസുകൾ അകത്തുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇതുപോലെ നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോഴും അതൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് റാന്തൽ വിളക്ക് മോഡൽ ഐറ്റംസുകളാണ്. ഇത് ഒറിജിനൽ റാന്തൽ വിളക്ക്, അതായത് 4 കെട്ട് മോഡൽ വീടുകളൊക്കെ പണിയുമ്പോൾ അതിന്റെ ലാംപ് ഷെയ്ഡിന് പകരം യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതൊക്കെ. നല്ല ഭംഗിയായിരിക്കും കാണുന്നത്. ഇതങ്ങനെയുള്ള ഐറ്റംസുകളാണ് ഓരോന്ന്. ഇത് ബുദ്ധ ഹെഡുകൾ, ഇതൊക്കെ 250-350 റുപ്പീസ് റേഞ്ചിന് കിട്ടുന്ന സാധനങ്ങളാണ്. എല്ലാം കളിമണ്ണ, സെറാമിക് കളിമണ്ണ. ഈ 2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ അവിടെ ഇല്ല. പിന്നീട് നമുക്ക് ചട്ടി അകത്തുണ്ട്, ചട്ടി മോഡൽ കുറെ ഐറ്റംസ് ഉണ്ട്, കാണിച്ചു തരാം. നമുക്ക് സ്വന്തമായിട്ട് യൂണിറ്റ് ഉണ്ട്. പിന്നെ കുറെ ഐറ്റംസുകൾ നമ്മൾ പുറത്തുനിന്ന് വേറെ വാങ്ങിക്കുന്നത്, ഈ രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്നത് നമ്മൾ കൊണ്ടുവരുന്നതാണ്. ബാക്കിയുള്ള ചട്ടി ഐറ്റംസുകളൊക്കെ നമുക്ക് യൂണിറ്റ് ഉണ്ട്, നമുക്ക് യൂണിറ്റിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ്. പാലക്കാട് നമ്മളുടെ യൂണിറ്റ് വരുന്നത് പാലക്കാടാണ്. പാലക്കാട് ആലത്തൂർ എന്ന് പറയും, കഴിഞ്ഞിട്ടും കാവശ്ശേരി പറയും, അവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. അത് ഓരോരോ വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ യൂണിറ്റിന് വെച്ചാൽ അവർ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, നമ്മൾ കംപ്ലീറ്റ് എടുക്കുന്നു. ഇത് പള്ളുരുത്തി നട, പള്ളുരുത്തി പോലീസ് സ്റ്റേഷന്റെ തൊട്ട് അടുത്താണ് ഇത് വരുന്നത്. പഴയ ഹൈവേ ആണ്, നേരത്തെ പഴയ കാലത്തുള്ള ഹൈവേ ആണ് ഇത്. അതിനുശേഷമാണ് നമുക്ക് ആ ഹൈവേ വരുന്നത്. 70-72 കാലഘട്ടം